നമസ്കാരം. CCTV വാർത്തയിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. കടവല്ലൂർ പഞ്ചായത്തിലെ കോൺഗ്രസിൽ പൊട്ടിത്തെറി. DCC പ്രസിഡന്റിനെതിരെ ഗുരുതര ആരോപണവുമായി ഒരു വിഭാഗം നേതാക്കൾ. സംഘടനാ പ്രശ്നങ്ങൾ വഷളാക്കുന്നതിൽ പ്രധാന പങ്കുവഹിച്ച ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് സുരേഷ് മമ്പറമ്പലിനെ മണ്ഡലം പ്രസിഡന്റിന് താൽക്കാലിക ചുമതല നൽകിയ DCC നടപടി അംഗീകരിക്കില്ലെന്നും DCC ഓഫീസിന് മുൻപിൽ ഒക്ടോബർ 5-ന് പ്രതിഷേധം സംഘടിപ്പിക്കുമെന്നും ഒരു വിഭാഗം കോൺഗ്രസ് നേതാക്കൾ. കൂട്ടായ്മയും സംഘബോധവുമാണ് CCTVയുടെ കരുത്തും സൗന്ദര്യവുമെന്ന് കേബിൾ TV ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ മുൻ സംസ്ഥാന ജനറൽ സെക്രട്ടറി KV രാജൻ. കമ്മ്യൂണിറ്റി കേബിൾ നെറ്റ്വർക്ക് ലിമിറ്റഡ് എന്ന CCTVയുടെ 20ാം വാർഷിക പൊതുയോഗം KV രാജൻ ഉദ്ഘാടനം ചെയ്തു. ചാവക്കാട് നഗരസഭയിൽ വിനായക സ്തുതിയോടെ ഉദ്ഘാടന യോഗം ആരംഭിച്ച സംഭവത്തിൽ വിശദീകരണം ചോദിച്ച് കൗൺസിൽ യോഗത്തിൽ ബഹളം. പ്രതിപക്ഷ പ്രതിഷേധത്തെ തുടർന്ന് ചെയർപേഴ്സൺ യോഗം പിരിച്ചുവിട്ടു. ചരിത്രപ്രസിദ്ധമായ പഴഞ്ഞി പള്ളി പെരുന്നാളിന് ഒരുക്കങ്ങൾ പൂർത്തിയായി. ഒക്ടോബർ 2-3 തീയതികളിലായിട്ടാണ് പെരുന്നാൾ ആഘോഷം. പെരുന്നാൾ കാഴ്ചകൾ CCTVയിലൂടെ തത്സമയം പ്രേക്ഷകരിലേക്ക് എത്തിക്കും. വിദ്യാരംഭത്തിന്റെയും കലകളുടെയും ഉത്സവമായ നവരാത്രി ആഘോഷങ്ങൾക്ക് മേഖലയിലെ ക്ഷേത്രങ്ങൾ തുടക്കം. പൂജവെപ്പ് നടന്നു. ബുധനാഴ്ച മഹാനവമി, വ്യാഴാഴ്ച വിജയദശമി ദിനത്തിൽ നടക്കുന്ന വിദ്യാരംഭ ചടങ്ങുകൾക്കായി ഒരുക്കങ്ങളായി. വാർത്തകൾ വിശദമായി. കടവല്ലൂർ പഞ്ചായത്തിലെ കോൺഗ്രസിൽ പൊട്ടിത്തെറി. DCC പ്രസിഡന്റിനെതിരെ ഗുരുതര ആരോപണവുമായി ഒരു വിഭാഗം നേതാക്കൾ. ജില്ലാ കോൺഗ്രസ് ഓഫീസിന് മുൻപിൽ ഒക്ടോബർ 5-ന് പ്രതിഷേധം സംഘടിപ്പിക്കുമെന്ന് ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. KPCC അംഗം ജോസഫ് ചാലിശ്ശേരിക്കെതിരെ AICCക്കും KPCCക്കും പരാതിയുമായി മറുവിഭാഗവും രംഗത്തെത്തി. തദ്ദേശ തെരഞ്ഞെടുപ്പ് ആസന്നമായിരിക്കെ മണ്ഡലം പ്രസിഡന്റിനെ അകാരണമായി സസ്പെൻഡ് ചെയ്ത DCC പ്രസിഡന്റിന്റെ നടപടി തിരുത്തണമെന്ന് നേതാക്കൾ ആവശ്യപ്പെട്ടു. വിശദീകരണം ചോദിക്കുകയോ അച്ചടക്ക ലംഘനം എന്താണെന്ന് പറയുകയോ ചെയ്യാതെയാണ് കടവല്ലൂർ മണ്ഡലം പ്രസിഡന്റ് സ്ഥാനത്ത് നിന്ന് ഫൈസൽ കാഞ്ഞിരപ്പിള്ളിയെ ഓഗസ്റ്റ് 28-ന് വാട്സപ്പ് സന്ദേശത്തിലൂടെ സസ്പെൻഡ് ചെയ്തത്. സമരങ്ങളിലൂടെയും തദ്ദേശ സ്ഥാപന തെരഞ്ഞെടുപ്പിന് മുന്നോടിയായുള്ള പ്രവർത്തനങ്ങളിലൂടെയും മണ്ഡലം പ്രസിഡന്റായിരുന്ന ഫൈസൽ കാഞ്ഞിരപ്പള്ളി സജീവമായിരുന്നുവെന്ന് വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തവർ അവകാശപ്പെട്ടു. നടപടിക്ക് മുൻപ് വിശദീകരണം ചോദിക്കുകയോ അച്ചടക്ക ലംഘനം എന്താണെന്ന് അറിയിക്കുകയോ ചെയ്തിട്ടില്ല. കോൺഗ്രസ് ഭരണഘടനാ പ്രകാരം വിശദീകരണം ചോദിക്കാതെ ഒരാൾക്കെതിരെ നടപടിയെടുത്താൽ നിശ്ചിത സമയത്തിനകം നിഷ്പക്ഷ അന്വേഷണം നടത്തി നടപടിക്രമങ്ങൾ പൂർത്തീകരിക്കേണ്ടതുണ്ട്. ഈ നടപടിക്രമവും കടവല്ലൂരിൽ ഉണ്ടായില്ല. മാറ്റി നിർത്തപ്പെട്ട ആൾക്കും സഹഭാരവാഹികൾക്കും എന്തിനാണ് നടപടി സ്വീകരിച്ചത് എന്നറിയാനുള്ള അവകാശമുണ്ട്. കടവല്ലൂരിലെ സംഘടനാ പ്രശ്നങ്ങൾ വഷളാക്കുന്നതിൽ പ്രധാന പങ്ക് വഹിച്ച ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് സുരേഷ് മമ്പറമ്പലിനെ മണ്ഡലം പ്രസിഡന്റിന് താൽക്കാലിക ചുമതല നൽകിയ DCCയുടെ ഏകപക്ഷീയമായ നടപടി ഒരിക്കലും അംഗീകരിക്കാൻ കഴിയാത്തതാണെന്ന് ഇവർ പറഞ്ഞു. കടവല്ലൂർ പഞ്ചായത്തിലെ കോൺഗ്രസിലെയും പോഷക സംഘടനകളിലെയും ഭാരവാഹികളിൽ ഭൂരിപക്ഷം പേരും ഒപ്പിട്ട് KPCCക്കും DCCക്കും പരാതി നൽകിയിട്ടും 40 ദിവസത്തിലധികമായി കടവല്ലൂരിലെ പാർട്ടി പ്രവർത്തനം സ്തംഭിച്ചിട്ടും നേതൃത്വം ഇടപെടാൻ തയ്യാറായിട്ടില്ല. ഈ സാഹചര്യത്തിൽ ഒക്ടോബർ 5-ാം തീയതി രാവിലെ 11 മണിക്ക് കടവല്ലൂർ മണ്ഡലത്തിലെ ബ്ലോക്ക് മണ്ഡലം ഭാരവാഹികളുടെയും വാർഡ് പ്രസിഡന്റുമാരുടെയും നേതൃത്വത്തിൽ ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി ഓഫീസിനു മുന്നിൽ കുത്തിയിരുന്ന് പ്രതിഷേധിക്കുമെന്ന് കോൺഗ്രസ് മണ്ഡലം ഭാരവാഹികളായ K കമറുദ്ദീൻ, MM മനീഷ്, നാസർ കല്ലായി, അബ്ദുറഹ്മാൻ പടിഞ്ഞാക്കര, യൂത്ത് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് MH ഹക്കീം എന്നിവർ അറിയിച്ചു. കൂട്ടായ്മയും സംഘബോധവുമാണ് CCTVയുടെ കരുത്തും സൗന്ദര്യവുമെന്ന് കേബിൾ TV ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ മുൻ സംസ്ഥാന ജനറൽ സെക്രട്ടറി KV രാജൻ പറഞ്ഞു. കമ്മ്യൂണിറ്റി കേബിൾ നെറ്റ്വർക്ക് ലിമിറ്റഡ് എന്ന CCTVയുടെ 20ാം വാർഷിക പൊതുയോഗം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. വെല്ലുവിളികളെയും പ്രതിസന്ധികളെയും അതിജീവിച്ചുകൊണ്ടാണ് CCTVയും കേബിൾ TV ഓപ്പറേറ്റർമാരുടെ കൂട്ടായ്മയും മുന്നോട്ടു പോകുന്നത്. വരുംകാല പ്രതിസന്ധികളെയും കൂട്ടായ്മ നേരിടുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. കാരണം നമ്മൾ ഈ കൂട്ടായ്മ എന്ന് പറയുന്നത് കേരളത്തിലെ പ്രാദേശികമായി ബന്ധപ്പെട്ട് നേരത്തെ സൂചിപ്പിച്ച പോലെ ആദ്യത്തെ പൊതുകൂട്ടായ്മയാണ്. മുൻകാലങ്ങളിൽ കൂട്ടായ്മ രൂപീകരിച്ചുകൊണ്ടാണ് കേരളത്തിലെ പ്രത്യേകിച്ച് വടക്കൻ ജില്ലകളിൽ, തെക്കൻ ജില്ലകളിലേക്ക് ഞാൻ ആ രീതിയിൽ പറയില്ല, അവിടെ ഇപ്പോഴും ജില്ലാ ഹെഡിൻ്റും പ്രാദേശിക തലത്തിലുള്ള കൂട്ടായ്മ രൂപപ്പെടാൻ കഴിയാത്ത മാനസികാവസ്ഥയിൽ നിൽക്കുന്ന ഓപ്പറേറ്റർമാരും അവരെ കൂടി പേറിക്കൊണ്ടാണ് കേരള വിഷൻ്റെ ഈ മുന്നോട്ട് പോക്ക് എന്നുള്ളതാണ് അതിലൊരു വൈരുദ്ധ്യമായി കാണേണ്ട ഒരു ചിത്രം. രാവിലെ 10 മണി മുതൽ CCTV കോൺഫറൻസ് ഹാളിൽ നടന്ന വാർഷിക യോഗത്തിൽ CCTV ചെയർമാൻ KC ജോൺസൺ അധ്യക്ഷനായി. മാനേജിംഗ് ഡയറക്ടർ TV ജോൺസൺ പ്രവർത്തന റിപ്പോർട്ടും ഫിനാൻസ് ഡയറക്ടർ KR അനന്തരാമൻ സാമ്പത്തിക റിപ്പോർട്ടും അവതരിപ്പിച്ചു.
കമ്പനിയുടെ വളർച്ചയും വെല്ലുവിളികളും പുതിയ പ്രവർത്തന പദ്ധതികളും സംബന്ധിച്ച് വിശദമായ ചർച്ചകളും ചർച്ചയ്ക്ക് മറുപടിയുമുണ്ടായി. എക്സിക്യൂട്ടീവ് ഡയറക്ടർമാരായ KC ജോസ് സ്വാഗതവും KM എഡ്വിൻ നന്ദിയും പറഞ്ഞു. പുതിയ ഭരണസമിതി അംഗങ്ങളായി NV അബ്ദുസമദ്, എഡ്വിൻ KM, അനന്തരാമൻ KR, ബാബു പോൾ ടീം, ജോൺസൺ KC, ജോസ് KC, പോൾ ജേക്കബ് C, പ്രമോദ് VK, ഷാജി V ജോസ്, സോമൻ PM, സുരേഷ് CS, വിജു CI എന്നിവരെ തെരഞ്ഞെടുത്തു. തെരഞ്ഞെടുക്കപ്പെട്ട ഭരണസമിതി അടുത്ത വാരം ആദ്യ യോഗം ചേർന്ന് പുതിയ മാനേജിംഗ് ഡയറക്ടറെയും ചെയർമാനെയും തെരഞ്ഞെടുക്കും. പുതുതായി തെരഞ്ഞെടുക്കപ്പെട്ട ഭരണസമിതി അംഗങ്ങൾക്ക് ചുമതലയും നിശ്ചയിക്കും. ചാവക്കാട് നഗരസഭയിൽ വിനായക സ്തുതിയോടെ ഉദ്ഘാടന യോഗം ആരംഭിച്ച സംഭവത്തിൽ വിശദീകരണം ചോദിച്ച് കൗൺസിൽ യോഗത്തിൽ ബഹളം. പ്രതിപക്ഷ പ്രതിഷേധത്തെ തുടർന്ന് ചെയർപേഴ്സൺ യോഗം പിരിച്ചുവിട്ടു. കഴിഞ്ഞ ദിവസം നഗരസഭയിൽ നടന്ന ഹാപ്പി കേരളം പദ്ധതിയുടെ ഉദ്ഘാടനം വിനായകസ്തുതിയോടെ ആരംഭിച്ച സംഭവത്തിൽ വിശദീകരണം ചോദിച്ച് UDF അടിയന്തര പ്രമേയം അവതരിപ്പിക്കണമെന്ന് ആവശ്യപ്പെട്ടു. എന്നാൽ അജണ്ടകൾ ചർച്ച ചെയ്ത ശേഷം ഈ വിഷയം സംസാരിക്കാമെന്ന് ചെയർപേഴ്സൺ പറഞ്ഞെങ്കിലും മറുപടി ആവശ്യപ്പെട്ട് പ്രതിപക്ഷം രംഗത്തു വന്നു. ഇതോടെ ഭരണപ്രതിപക്ഷം തമ്മിൽ ബഹളത്തിലായി. നഗരസഭാ ഉദ്യോഗസ്ഥയിൽ നിന്ന് അജണ്ട പ്രതിപക്ഷ നേതാവ് KV സത്താർ വാങ്ങിയെടുത്തു. ഇതോടെ അജണ്ടകൾ അംഗീകരിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് ചെയർപേഴ്സൺ കൗൺസിൽ യോഗം പിരിച്ചുവിട്ടു. യോഗം പിരിച്ചുവിട്ടെങ്കിലും ഭരണ പ്രതിപക്ഷാംഗങ്ങൾ തമ്മിൽ വാഗ്വാദത്തിലായി. ഗണപതി ഗീതം പാടിയുള്ള BJP അജണ്ട ഇവിടെ നടക്കില്ലെന്ന് പ്രതിപക്ഷ നേതാവ് KV സത്താർ പറഞ്ഞു. ഇതിനിടയിൽ KV സത്താറിന്റെ വാർഡിലെ ആംബുലൻസ് കൈമാറിയതായി പ്രചരിക്കുന്ന വിഷയത്തിൽ 13ാം വാർഡ് കൗൺസിലറുടെ ചോദ്യത്തിന് മറുപടി തരണമെന്നുള്ള ആദ്യ അജണ്ടയിൽ നിന്ന് രക്ഷപ്പെടാനാണ് പ്രമേയം വെച്ചതെന്ന് ഭരണപക്ഷാംഗങ്ങളായ ഷാഹിന സലീം, ബുഷറ ലത്തീഫ്, പ്രസന്ന രണദിവെ എന്നിവർ പറഞ്ഞു. എന്നാൽ തനിക്കെതിരെ വ്യാജ പോസ്റ്റർ വെച്ച് പ്രചാരണം നടത്തിയവർക്കെതിരെ ഗുരുവായൂർ ACPക്ക് പരാതി നൽകിയെന്നും ഫേസ്ബുക്കിലെ ഫോട്ടോ എടുത്ത് വ്യാജ വാർത്ത നൽകി അത് നവമാധ്യമങ്ങളിൽ പ്രചരിപ്പിച്ചവർക്കെതിരെയാണ് സൈബർ ആക്ട് പ്രകാരം പരാതി നൽകിയതെന്നും KV സത്താർ പറഞ്ഞു. ഇവര് ഈ കളി ഉണ്ടല്ലോ, ഈ വൃത്തികെട്ട രാഷ്ട്രീയ കളി, അത് അവസാനിപ്പിക്കൂടെ? BJP അജണ്ട ഇവിടെ ഉണ്ടാക്കിയതാണ്. അത് ചെയർപേഴ്സൺ മറുപടി പറയണം. അല്ലെങ്കിൽ ചെയർപേഴ്സൺ അത് സൈബർ പോലീസിന് പരാതി കൊടുത്ത് അതിന്റെ യഥാർത്ഥ ഉടമസ്ഥരെ കണ്ടെത്തും. അതാണ് ഞങ്ങൾ ആവശ്യം. അനാവശ്യ ചോദ്യങ്ങൾ ഉന്നയിച്ച് പ്രതിപക്ഷം കൗൺസിൽ അലങ്കോലപ്പെടുത്തിയെന്നും ആദ്യ അജണ്ടയിലെ പേടിയാണ് പ്രതിപക്ഷം പ്രമേയവുമായി വന്നതെന്ന് നഗരസഭാ ചെയർപേഴ്സൺ ഷീജ പ്രശാന്ത് പറഞ്ഞു. ഞങ്ങളെ സംബന്ധിച്ച് യാതൊരു ഒരു മതത്തെയും പ്രീണിപ്പിക്കുന്ന നിലപാട് എടുക്കുന്ന ആളുകളല്ല ഈ നഗരസഭ ഭരിച്ചുകൊണ്ടിരിക്കുന്ന ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ നേതൃത്വത്തിലുള്ള കൗൺസിൽ. എല്ലാ മതങ്ങളെയും ഒരുപോലെ കണ്ടുകൊണ്ട് മതനിരപേക്ഷ നിലപാടുകൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്ന ഒരു ഭരണസമിതിയാണ് ഇന്ന് ഈ നഗരസഭ ഭരിക്കുന്നത്. അതിനെ ചില മതവർഗീയവാദികൾ തികച്ചും തെറ്റായ രീതിയിൽ തെറ്റായ പ്രചരണങ്ങൾ ഉയർത്തിക്കൊണ്ടുവരുമ്പോൾ അതിനെതിരായ നിലപാട് സ്വീകരിക്കേണ്ട ഈ UDF കൗൺസിലർമാർ അതിന് ഒത്താശ ചെയ്യുന്ന നിലപാടാണ് സ്വീകരിക്കുന്നതെന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. മതനിരപേക്ഷ നിലപാട് ഉയർത്തിപ്പിടിച്ചു പോകുന്ന ഭരണസമിതിയാണിത്. അതിൽ ചില മതവർഗീയവാദികൾ തെറ്റായ പ്രചരണങ്ങൾ ഉയർത്തിവരുമ്പോൾ അതിനെതിരെ നിലപാട് സ്വീകരിക്കേണ്ട UDF അതിന് ഒത്താശ നിൽക്കുകയാണെന്നും ചെയർപേഴ്സൺ ആരോപിച്ചു. ചാവക്കാട് നഗരസഭയിലെ ബ്ലാങ്ങാട് ഫിഷറീസ് ഉന്നതിയിലെ അംഗൻവാടിക്ക് 3 സെന്റ് സ്ഥലം അനുവദിച്ച് കളക്ടർ ഉത്തരവായി. MLA ഫണ്ടിൽ നിന്ന് 25 ലക്ഷം രൂപ സ്മാർട്ട് അംഗൻവാടി കെട്ടിടം നിർമ്മിക്കുവാൻ അനുവദിച്ചു. വർഷങ്ങളായുള്ള ഫിഷറീസ് ഉന്നതിയിലെ ജനങ്ങളുടെ ആവശ്യമാണ് സഫലമാകുന്നത്. നടപടിക്രമങ്ങൾ പൂർത്തീകരിച്ച് കളക്ടർ അംഗൻവാടിക്ക് സ്ഥലം കൈമാറി. ടെൻഡർ നടപടികൾ പൂർത്തീകരിച്ച് എത്രയും വേഗം കെട്ടിട നിർമ്മാണം ആരംഭിക്കുമെന്ന് NK അക്ബർ MLA അറിയിച്ചു. ചരിത്രപ്രസിദ്ധമായ പഴഞ്ഞി പള്ളി പെരുന്നാളിന് ഒരുക്കങ്ങൾ പൂർത്തിയായി. ഒക്ടോബർ 2-3 തീയതികളിലായിട്ടാണ് പെരുന്നാൾ ആഘോഷം. പള്ളിക്ക് സമീപത്തൊരുക്കിയ ദീപാലങ്കൃത പന്തൽ ചൊവ്വാഴ്ച രാത്രി സ്വിച്ച് ഓൺ ചെയ്തു.
ഹൈസ്കൂൾ റോഡിൽ യങ്സ് പെരുന്നാൾ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ദീപാലങ്കൃത പന്തൽ ഒരുക്കിയിട്ടുണ്ട്. പ്രവാസി കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ രാത്രി ഗാനമേള ഉണ്ടായിരുന്നു. പരിശുദ്ധ എൽദോമാർ ബസേലിയോസ് ബാവയുടെ 340-ാം ഓർമ്മ പെരുന്നാൾ ഒക്ടോബർ 2, 3 തീയതികളിലായാണ് ആഘോഷിക്കുന്നത്. പെരുന്നാൾ ശുശ്രൂഷകൾക്ക് ഓർത്തഡോക്സ് സഭ പരമാധ്യക്ഷൻ ബസേലിയോസ് മാർത്തോമ മാത്യൂസ് തൃതീയൻ കത്തോലിക്ക ബാവ മുഖ്യ കാർമ്മികത്വം വഹിക്കും. ഒക്ടോബർ 2 വൈകിട്ട് 6 സന്ധ്യാനമസ്കാരം, തുടർന്ന് കൊടിയും കുരിശും വാദ്യമേളങ്ങളുമായി പ്രദക്ഷിണം നടക്കും. രാത്രി ദേശക്കാരുടെ ആനയും വാദ്യമേളങ്ങളുമായുള്ള എഴുന്നള്ളിപ്പുകൾ ഉണ്ടാകും. ഒക്ടോബർ 3 രാവിലെ പഴയ പള്ളിയിൽ 3 കുർബാനയുണ്ടാകും. പുതിയ പള്ളിയിൽ കത്തോലിക്ക ബാവ മുഖ്യ കാർമ്മികനായി 5 കുർബാനയർപ്പിക്കും. ഉച്ചയോടെ ആരംഭിക്കുന്ന എഴുന്നള്ളിപ്പുകൾ വൈകിട്ട് സമാപിക്കും. തുടർന്ന് കൊടിയും കുരിശുമായി പ്രദക്ഷിണം നടക്കും. ശേഷം 10,000 പങ്കെടുക്കുന്ന പൊതുസദ്യയുമുണ്ടാകും. ഒക്ടോബർ 4 കുർബാനയ്ക്കു ശേഷം ലേലം വിളിയും നടക്കും. പെരുന്നാൾ ആഘോഷം CCTV തത്സമയം സംപ്രേഷണം ചെയ്യും. യൂട്യൂബ് ചാനലിലും തത്സമയ സംപ്രേഷണമുണ്ടാകും. കടകമ്പൽ പഞ്ചായത്തിലെ 2025-2026 സാമ്പത്തിക വർഷത്തെ പദ്ധതി പ്രകാരം SC കുടുംബങ്ങൾക്ക് വാട്ടർ ടാങ്ക് വിതരണം ചെയ്തു. പഞ്ചായത്ത് അങ്കണത്തിൽ നടന്ന ചടങ്ങ് പഞ്ചായത്ത് പ്രസിഡന്റ് ES രേഷ്മ ഉദ്ഘാടനം ചെയ്തു. പദ്ധതിയിൽ അപേക്ഷിച്ചവരിൽ അർഹരായ മുഴുവൻ ഗുണഭോക്താക്കൾക്കും വാട്ടർ ടാങ്ക് ലഭിക്കും. ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ മിൻഡോ റെനി അധ്യക്ഷനായ ചടങ്ങിന് വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഷീജ സുഗതൻ സ്വാഗതവും അസിസ്റ്റന്റ് സെക്രട്ടറി സുജ നന്ദിയും പറഞ്ഞു. വിദ്യാരംഭത്തിന്റെയും കലകളുടെയും ഉത്സവമായ നവരാത്രി ആഘോഷങ്ങൾക്ക് മേഖലയിലെ ക്ഷേത്രങ്ങളിൽ തുടക്കമായി. പൂജവെപ്പുമുണ്ടായി. വിശദാംശങ്ങളിലേക്ക്. ഗുരുവായൂർ താണിയൽ ഭഗവതി ക്ഷേത്രത്തിൽ ഗ്രന്ഥപൂജയ്ക്ക് മേൽശാന്തി മണികണ്ഠ ശർമ്മ, കീഴ്ശാന്തി രതീഷ് എന്നിവർ കാർമ്മികത്വം വഹിച്ചു. ശേഷം തെച്ചിയിൽ ഷൺമുഖൻ നായർ സംഗീതാർച്ചന നടത്തി. തുടർന്ന് ക്ഷേത്രസമിതി പ്രവർത്തകരുടെ നേതൃത്വത്തിൽ പ്രസാദ വിതരണവും നടന്നു. കോതച്ചിറ ചിറക്കൽ ശ്രീ മഹാവിഷ്ണു ക്ഷേത്രത്തിൽ തിങ്കളാഴ്ച വൈകിട്ട് ദീപാരാധനയ്ക്കു ശേഷം പ്രശസ്ത നർത്തകി കലാമണ്ഡലം ഹൈമാവതി ആഘോഷങ്ങളുടെ ഉദ്ഘാടനം നിർവഹിച്ചു. ചടങ്ങിൽ കഥകളി ആചാര്യൻ കലാമണ്ഡലം ബാലസുബ്രഹ്മണ്യൻ, നെല്ലുവായി ധന്വന്തരി ആയുർവേദ ഭവനം MD ഡോക്ടർ CM ശ്രീകൃഷ്ണൻ, ക്ഷേത്ര ഭരണസമിതി സെക്രട്ടറി V സന്തോഷ്, CM വേണുഗോപാൽ, O വാസുദേവൻ, PK പങ്കജം, ഉഷാമോഹനൻ, ശ്രേയ എന്നിവർ സംസാരിച്ചു. നവരാത്രി ആഘോഷങ്ങളുടെ ഭാഗമായി കൃഷ്ണന്റെയും സരസ്വതിയുടെയും പൂക്കളമൊരുക്കുന്നതിന് നേതൃത്വം നൽകിയ ശശി, തുളസീധരൻ എന്നിവരെ ചടങ്ങിൽ ആദരിച്ചു. തുടർന്ന് കലാമണ്ഡലം ബാലസുബ്രഹ്മണ്യനും കലാമണ്ഡലം ഹൈമാവതിയും ചേർന്ന് രേണുക സംഗീത നൃത്ത സമന്വയം ചൊല്ലിയാട്ടം അവതരിപ്പിച്ചു. മൂഴിക്കുളം ഹരികൃഷ്ണൻ പദവും കലാമണ്ഡലം നിതിൻ കൃഷ്ണ ചെണ്ടയിലും രൂപേഷ് മദ്ദളത്തിലും പക്കമേളമൊരുക്കി. പന്നിത്തടം മാത്തൂർ മഹാദേവ ക്ഷേത്രത്തിൽ സൂര്യമംഗലത്ത് സുധീഷ് തിരുമേനി സരസ്വതി പൂജയ്ക്ക് മുഖ്യ കാർമ്മികത്വം വഹിച്ചു. ക്ഷേത്രം ഉപദേശക സമിതി ചടങ്ങുകൾക്ക് നേതൃത്വം നൽകി. നിരവധി ഭക്തജനങ്ങൾ പങ്കെടുത്തു. മുണ്ടത്തിക്കോട് പാതിരിക്കോട്ടുകാവ് ക്ഷേത്രത്തിൽ നവരാത്രി മണ്ഡപത്തിലെ പ്രത്യേക പൂജകൾക്ക് മേൽശാന്തി അനീഷ് കൈലാസം മുഖ്യ കാർമ്മികത്വം വഹിച്ചു. കണ്ണകി മാതൃസമിതി അംഗങ്ങളുടെ നാമസങ്കീർത്തനം ഭക്തിനിർഭരമായി. 2-ാം തീയതി 9 മണി മുതൽ കുട്ടികൾക്ക് ആദ്യാക്ഷരം കുറിക്കുന്നതിന് ശ്രീദേവി അമ്പലപുരം, ഡോക്ടർ ജ്യോതി, ബി രാമചന്ദ്രൻ നായർ എന്നിവർ നേതൃത്വം നൽകും. കുന്നംകുളം ശീരംകുളം ഭഗവതി ക്ഷേത്രത്തിൽ വിവിധ കലാപരിപാടികളോടെ 4 ദിവസം നീണ്ടുനിൽക്കുന്ന നവരാത്രി ആഘോഷങ്ങൾ കവിയും ഗാനരചയിതാവുമായ BK ഹരിനാരായണൻ ഉദ്ഘാടനം ചെയ്തു. ക്ഷേത്രാങ്കണവേദിയിൽ നടന്ന ചടങ്ങിൽ കുന്നംകുളം നഗരസഭാ ചെയർപേഴ്സൺ സീതാ രവീന്ദ്രൻ മുഖ്യാതിഥിയായി. ചടങ്ങിൽ BK ഹരിനാരായണൻ, സീതാ രവീന്ദ്രൻ, മികച്ച നൃത്ത സംവിധായകനുള്ള സംസ്ഥാന അവാർഡ് ജേതാവ് ആനായ്ക്കൽ സ്വദേശി ജിഷ്ണു, ക്ഷേത്രത്തിലേക്ക് കതിർക്കറ്റകൾ നൽകാറുള്ള ആലാട്ട് ബാബു, തകിൽ കലാകാരൻ കോട്ടപ്പടി ഉണ്ണികൃഷ്ണൻ, ഓട്ടംതുള്ളൽ കലാകാരൻ മണലൂർ ഗോപിനാഥൻ, മികച്ച അംഗനവാടി ടീച്ചർക്കുള്ള അവാർഡ് ലഭിച്ച ഷീജാകുമാരി തുടങ്ങിയവരെ പൊന്നാടയണിയിച്ചു. ക്ഷേത്രഭരണസമിതി പ്രസിഡന്റ് അശോക് കുമാർ അധ്യക്ഷത വഹിച്ചു. ജനറൽ സെക്രട്ടറി PV സുരേഷ്, ജോയിന്റ് സെക്രട്ടറി സഞ്ജയ് കുമാർ തുടങ്ങിയവർ സംസാരിച്ചു. സെപ്റ്റംബർ 29 മുതൽ ഒക്ടോബർ 2 വരെയുള്ള ദിവസങ്ങളിൽ പൂജവെപ്പ്, ദുർഗാഷ്ടമി, മഹാനവമി, വിജയദശമി നാളുകളിലെ പ്രത്യേക ചടങ്ങുകൾക്ക് പുറമെ ഓട്ടംതുള്ളൽ, കൈകൊട്ടിക്കളി, തിരുവാതിരക്കളി, നാദാർച്ചന, പുല്ലാങ്കുഴൽ കച്ചേരി, നൃത്തനൃത്യങ്ങൾ തുടങ്ങിയവ നടക്കും. വിജയദശമി നാളിൽ പതിവ് പോലെ വിപുലമായ എഴുത്തിനിരുത്തൽ ചടങ്ങും നടക്കും. നവരാത്രി ആഘോഷങ്ങൾക്ക് കാഴ്ചവിസ്മയം തീർത്ത് മുടങ്ങാതെ ഈ വർഷവും ദമ്പതികൾ ബൊമ്മക്കുലു ഒരുക്കി. ഗുരുവായൂർ ബ്രാഹ്മണ സമൂഹം റോഡിൽ കാക്കശ്ശേരി മഠത്തിൽ കൃഷ്ണമൂർത്തി അന്നപൂർണി ദമ്പതികളാണ് തുടർച്ചയായി 65-ാം വർഷവും വീട്ടിൽ ബൊമ്മക്കുലു ഒരുക്കിയത്. നൂറ് വർഷത്തിലധികം പാരമ്പര്യമായി പിന്തുടർന്നു വന്നിരുന്ന ഈ ആചാരം വിവാഹം കഴിഞ്ഞിട്ടും 47 വർഷത്തോളമായി ദമ്പതികൾ തുടരുകയാണ്.
ഓരോ വർഷവും വ്യത്യസ്തമായ ബൊമ്മക്കൊലുകൾ ഒരുക്കുന്നതാണ് പ്രധാന പ്രത്യേകത. പ്രത്യേകം പട്ടുവിരിച്ച് 5, 7, 9 എന്നിങ്ങനെ തട്ടുകളായാണ് ബൊമ്മക്കൊലു ഒരുക്കുക. കണ്ണഞ്ചിപ്പിക്കുന്ന 1000-ഓളം പാവകളാണ് ഇവർ ഒരുക്കിയിട്ടുള്ളത്. തിരുവനന്തപുരം, തിരുച്ചി, മദ്രാസ്, കാഞ്ചീപുരം, കോയമ്പത്തൂർ എന്നിവിടങ്ങളിൽ നിന്നാണ് ഇവർ ബൊമ്മക്കൊലു ശേഖരണം നടത്തുന്നത്. നവദുർഗ, ശിവപാർവതി, ബ്രഹ്മാവ്, വിഷ്ണു, അഷ്ടലക്ഷ്മി, സംഗീതമൂർത്തികൾ, രാമായണം, ശിവപുരാണം, സരസ്വതീദേവി, ദശാവതാരങ്ങൾ, ശ്രീരാമ പട്ടാഭിഷേകം, കൃഷ്ണനും രാധയും എന്നിങ്ങനെ നീളും ബൊമ്മക്കൊലുകൾ. നിത്യജീവിതവുമായി ബന്ധമുള്ള മറ്റു രൂപങ്ങളും ഇവയിൽ ഇടം പിടിച്ചു കഴിഞ്ഞു. പാവകൾ കാണാനായി നിരവധി പേരാണ് ഇവിടെ എത്തുന്നത്. ദീപാലങ്കാരങ്ങൾ, പൂക്കൾ, വിളക്കുകൾ എന്നിവ കൊണ്ടുള്ള അലങ്കാരം തന്നെ വർണ്ണക്കാഴ്ചയാണ്. ബൊമ്മക്കൊലു കാണാനെത്തുന്നവർക്ക് ദമ്പതികൾ പ്രസാദവും നൽകും. മക്കളായ പ്രശാന്ത്, പ്രശോഭ് എന്നിവരുടെയും മറ്റു ബന്ധുക്കളുടെയും പിന്തുണയാണ് ദമ്പതികളുടെ ബൊമ്മക്കൊലു ശേഖരണത്തിന് മുതൽക്കൂട്ടാകുന്നത്. വീടിന്റെ ഐശ്വര്യത്തിനും സമൃദ്ധിക്കുമാണ് ഈ ആചാരം പിന്തുടരുന്നത്. എല്ലാവരും തങ്ങളുടെ ഗൃഹത്തിൽ വന്ന് ഇവ കണ്ട് ആസ്വദിക്കണമെന്ന് കൃഷ്ണമൂർത്തി പറഞ്ഞു. ശ്രീ ഗുരുഭ്യോ നമഃ. എല്ലാ ഭക്തജനങ്ങൾക്കും ഞങ്ങളുടെ ബൊമ്മക്കൊലു കാണാൻ ആഗ്രഹമുണ്ടെങ്കിൽ നേരിട്ട് വന്നിട്ട് നിങ്ങൾക്ക് ദർശിക്കാം. എപ്പോൾ വേണമെങ്കിലും വരാം. ഞങ്ങൾ 60-65 വർഷമായിട്ട് ഇത് നടത്തിക്കൊണ്ട് വരുന്നതാണ്. എല്ലാ നവരാത്രി കാലത്തും എൻ്റെ അച്ഛനമ്മയുള്ള കാലം മുതലേ ഉള്ളതാണ്. എല്ലാവരും വരണം, എല്ലാവരും ഇത് കണ്ട് ആസ്വദിക്കണം, ഭഗവാന്റെ അനുഗ്രഹം മേടിക്കണം. യൂത്ത് കോൺഗ്രസ് ചൊവ്വന്നൂർ മണ്ഡലം പ്രസിഡന്റ് VS സുജിത്തിനെ അകാരണമായി മർദ്ദിച്ച പോലീസുകാരെ സർവീസിൽ നിന്ന് പുറത്താക്കണമെന്നാവശ്യപ്പെട്ട് സിഗ്നേച്ചർ ക്യാമ്പയിൻ നടന്നു. യൂത്ത് കോൺഗ്രസ് മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കുന്നംകുളം പഴയ ബസ് സ്റ്റാൻഡിൽ നടന്ന ക്യാമ്പയിൻ കോൺഗ്രസ് ജില്ലാ എക്സിക്യൂട്ടീവ് അംഗം വർഗീസ് ചൊവ്വന്നൂർ ഉദ്ഘാടനം ചെയ്തു. യൂത്ത് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് ജെറിൻ പി രാജു അധ്യക്ഷത വഹിച്ചു. മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് PI തോമസ്, കാട്ടകമ്പാൽ പഞ്ചായത്ത് പ്രതിപക്ഷ നേതാവ് MS മണികണ്ഠൻ, ചൊവ്വന്നൂർ മണ്ഡലം പ്രസിഡന്റ് VK രമേശ്, നഗരസഭാ കൗൺസിലർമാരായ ഷാജി ആലിക്കൽ, ബിജു C ബേബി, മിഷ സെബാസ്റ്റ്യൻ എന്നിവർ പങ്കെടുത്തു. കണ്ടാണശ്ശേരി പഞ്ചായത്ത് പുതിയ ഓഫീസ് കെട്ടിടത്തിന്റെ ഉദ്ഘാടനം ഒക്ടോബർ 3 നടക്കുമെന്ന് പഞ്ചായത്ത് പ്രസിഡന്റ് മിനി ജയൻ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. മറ്റം ഗ്രൗണ്ടിന് സമീപത്തായി നിർമ്മാണം പൂർത്തീകരിച്ച ഗ്രാമപഞ്ചായത്തിന്റെ പുതിയ കെട്ടിടം വെള്ളിയാഴ്ച തദ്ദേശഭരണ വകുപ്പ് മന്ത്രി MB രാജേഷ് ഉദ്ഘാടനം ചെയ്യും. 6 പതിറ്റാണ്ടിലേറെ വർഷം പഴക്കമുള്ള കണ്ടാണശ്ശേരി ഗ്രാമപഞ്ചായത്തിന് 1964-ലാണ് ആദ്യമായി സ്വന്തമായി ഒരു കെട്ടിടമുണ്ടാകുന്നത്. നിലവിൽ പഞ്ചായത്ത് ഓഫീസ് പ്രവർത്തിച്ചിരുന്ന കെട്ടിടം മണ്ണിടിച്ചിൽ ഭീഷണി നേരിട്ടതോടെയാണ് 10 വർഷങ്ങൾക്ക് മുൻപ് പാതിവഴിയിൽ നിർമ്മാണം മുടങ്ങിയ കെട്ടിടം പണി പൂർത്തീകരിച്ച് ഉദ്ഘാടനത്തിനൊരുങ്ങുന്നത്. 2 നിലകളിലായി പഞ്ചായത്ത് പ്രസിഡന്റ്, വൈസ് പ്രസിഡന്റ്, സെക്രട്ടറി എന്നിവരുടെ ക്യാബിൻ, ഭരണസമിതി യോഗം ചേരുന്നതിനുള്ള ഹാൾ, ജീവനക്കാർക്കുള്ള ഏരിയ തുടങ്ങിയ സൌകര്യങ്ങളോടെയാണ് പുതിയ ഓഫീസ് സജ്ജമാക്കിയിട്ടുള്ളത്. ഏകദേശം 75 ലക്ഷത്തിലധികം രൂപ ചെലവഴിച്ചാണ് കെട്ടിടത്തിന്റെ നിർമ്മാണം പൂർത്തിയാക്കി ഉദ്ഘാടനത്തിനൊരുങ്ങുന്നത്. വെള്ളിയാഴ്ച വൈകിട്ട് 5:30 മുരളി പെരുന്നെല്ലി MLAയുടെ അധ്യക്ഷതയിൽ ചേരുന്ന ചടങ്ങിൽ തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി MB രാജേഷ് കെട്ടിടത്തിന്റെ ഉദ്ഘാടനം നിർവഹിക്കും. സംസ്ഥാന പട്ടികജാതി പട്ടികവർഗ കമ്മീഷൻ അംഗം TK വാസു, ചൊവ്വന്നൂർ ബ്ലോക്ക് കാർഷിക വികസന സമിതി അംഗം M ബാലാജി, ഔഷധി ഡയറക്ടർ KF ഡേവിസ് എന്നിവർ മുഖ്യാതിഥികളാകും. ജനപ്രതിനിധികൾ, ഉദ്യോഗസ്ഥർ, രാഷ്ട്രീയ കക്ഷി നേതാക്കൾ തുടങ്ങിയവർ ചടങ്ങിൽ സംബന്ധിക്കും. പഞ്ചായത്ത് ഓഫീസിൽ നടന്ന വാർത്താ സമ്മേളനത്തിൽ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് NS ധനൻ, ക്ഷേമകാര്യ സ്ഥിരം സമിതി ചെയർമാൻ NA ബാലചന്ദ്രൻ, പഞ്ചായത്ത് അംഗം PK അസീസ്, സെക്രട്ടറി KK രാധാകൃഷ്ണൻ എന്നിവരും പങ്കെടുത്തു. അണ്ടത്തോട് പാപ്പാളി ബീച്ചിൽ തിമിംഗലത്തിന്റെ ജഡം അടിഞ്ഞു. ഇന്നലെ രാത്രി 11 മണിയോടെ അണ്ടത്തോട് കോർദേവ ബീച്ചിലാണ് തിമിംഗലം ചത്തടിഞ്ഞ നിലയിൽ നാട്ടുകാർ ആദ്യം കണ്ടത്. തിരയിൽ ഒഴുകി നടന്ന ജഡം രാവിലെയോടെ പാപ്പാളി തീരത്ത് എത്തി. വാർഡ് മെമ്പർ ഷാനിബ മൊയ്തുണ്ണി, PS അലി എന്നിവർ വിവരം അറിയിച്ചതിനെ തുടർന്ന് ഇരുമപ്പെട്ടി ഫോറസ്റ്റ് റേഞ്ച് ഓഫീസർ ഗീവർ, സെക്ഷൻ ഫോറസ്റ്റ് ഓഫീസർ രതീഷ്, ധനേഷ്, രഞ്ജിത്ത്, ഡോക്ടർ അനൂപ്, നാട്ടുകാരായ സൈനുദ്ദീൻ പാപ്പാളി, ഷിനാസ് എന്നിവരുടെ നേതൃത്വത്തിൽ പോസ്റ്റ്മോർട്ടം നടപടികൾ പൂർത്തിയാക്കി. 15 മീറ്ററോളം നീളമുള്ള തിമിംഗലം പൂർണ്ണമായും കരയിലല്ലാത്ത കാരണം സംസ്കരണ നടപടികൾ പൂർത്തിയാക്കാൻ കഴിഞ്ഞിട്ടില്ല. വിവരം അറിഞ്ഞ് മുനക്കക്കടവ് കോസ്റ്റൽ പോലീസ് SI KB ജലീൽ, ഉദയൻ, സഞ്ജയ്, വടക്കേക്കാട് പോലീസ് SI ബാബു, മെമ്പർ മൂസ ആലത്തേൽ എന്നിവരും സ്ഥലത്ത് എത്തിയിരുന്നു. വേലൂർ RMLP സ്കൂളിലെ പച്ചക്കറി കൃഷിയുടെ വിളവെടുപ്പ് ഉത്സവം PTA പ്രസിഡന്റ് VV വിജിനിൽ ഉദ്ഘാടനം ചെയ്തു. വാർഡംഗം ബിന്ദു ശർമ്മ സന്ദേശം നൽകി. പ്രധാന അധ്യാപകൻ CJ ജിജു മാസ്റ്റർ, സ്റ്റാഫ് സെക്രട്ടറി ബിന്ദു ജോസ്, PTA വൈസ് പ്രസിഡന്റ് ആൻസി സിജോ,
മാതൃസംഘം പ്രസിഡന്റ് സവിത വി, വൈസ് പ്രസിഡന്റ് അശ്വതി VR, അധ്യാപകരായ ലാലി, EL സുനി, PK പൗഷ, ലിസി എന്നിവർ നേതൃത്വം നൽകി. പച്ചക്കറി തോട്ടത്തിൽ വെണ്ട, വഴുതന, പയർ, തക്കാളി, ചോളം, മുളക് എന്നിവയാണ് കൃഷി ചെയ്തു വരുന്നത്. ലഭിക്കുന്ന വിളവ് ഉച്ചഭക്ഷണം തയ്യാറാക്കുന്നതിലേക്ക് ഉപയോഗിക്കുന്നു. വിദ്യാർത്ഥികളുടെ വീടുകളിൽ കൃഷി ചെയ്യാനുള്ള വിത്തും വളവും സ്കൂളിൽ നിന്ന് നൽകി വരുന്നുണ്ട്. മികച്ച കർഷക കുടുംബങ്ങളെ കണ്ടെത്തി വർഷാവസാനം അവാർഡ് നൽകി ആദരിക്കുന്നുമുണ്ട്. PTA ഏർപ്പെടുത്തിയ കർഷക കുടുംബ അവാർഡ് കഴിഞ്ഞ 14 വർഷമായി RMLP സ്കൂൾ നൽകി വരുന്നുണ്ട്. ജില്ലാ കർഷക അധ്യാപക അവാർഡും കർഷക വിദ്യാർത്ഥി അവാർഡും RMLP സ്കൂളിന് കഴിഞ്ഞ കാലങ്ങളിൽ ലഭിച്ചിട്ടുമുണ്ട്. നവീകരണം പൂർത്തിയാക്കിയ പെരുമണ്ണ് ചേനക്കുളത്തിന്റെ നവീകരണം പൂർത്തീകരിച്ച് നാടിന് സമർപ്പിച്ചു. ചൂണ്ടൽ പഞ്ചായത്തിലെ 13ാം വാർഡ് പെരുമണ്ണിൽ നവീകരിച്ച കുളത്തിന്റെ ഉദ്ഘാടനവും നീന്തൽ പരിശീലന സാമഗ്രികളുടെ വിതരണവും ഉണ്ടായി. ചൊവ്വനൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് അൻസി വില്യംസ് ചടങ്ങിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. ചൂണ്ടൽ പഞ്ചായത്ത് പ്രസിഡന്റ് രേഖ സുനിൽ അധ്യക്ഷയായി. വാർഡ് മെമ്പറും വികസന സ്ഥിരം സമിതി ചെയർപേഴ്സണുമായ സുനിത ഉണ്ണികൃഷ്ണൻ, ആരോഗ്യ വിദ്യാഭ്യാസ സ്ഥിരം സമിതി ചെയർപേഴ്സൺ ജൂലറ്റ് വിനു, പഞ്ചായത്ത് അംഗം VP ലീല, ആസൂത്രണ സമിതി അംഗം സച്ചിൻ പ്രകാശ് എന്നിവർ സംസാരിച്ചു. പഞ്ചായത്ത് ഫണ്ടിൽ നിന്ന് 8 ലക്ഷം രൂപ ചെലവഴിച്ചാണ് ചേനക്കുളം നവീകരണം പൂർത്തിയാക്കിയത്. ചൊവ്വനൂർ സെന്റ് തോമസ് കത്തോലിക്ക ദേവാലയത്തിൽ ധന്യൻ അഗസ്റ്റിൻ ജോൺ ഊക്കനച്ചന്റെ 69ാം ശ്രാദ്ധാചരണം ഒക്ടോബർ 1 മുതൽ 11 വരെയുള്ള ദിവസങ്ങളിൽ നടക്കുമെന്ന് ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. ചൊവ്വനൂർ സെന്റ് തോമസ് ദേവാലയത്തിൽ അന്ത്യവിശ്രമം കൊള്ളുന്ന ധന്യൻ അഗസ്റ്റിൻ ജോൺ ഊക്കനച്ചന്റെ ശ്രാദ്ധാചരണം ഭക്തിനിർഭരമായ ചടങ്ങുകളോടെയാണ് നടക്കുക. ബുധനാഴ്ച രാവിലെ 7:30 അഖണ്ഡ ജപമാലയർപ്പണത്തോടെ ചടങ്ങുകൾക്ക് തുടക്കമാകും. 1 മുതൽ 10 വരെ ദിവസവും വൈകിട്ട് 6 മണിക്ക് നവനാൾ ദിവ്യബലിയർപ്പണം നടക്കും. വിവിധ ദിവസങ്ങളിൽ 10 മണിക്കൂർ ആരാധന, ഉപവാസ പ്രാർത്ഥന, അഖില കേരള ചിത്രരചനാ മത്സരം, ആയുർവേദ മെഡിക്കൽ ക്യാമ്പ്, വാഹന വെഞ്ചരിപ്പ്, ദമ്പതി സംഗമം, എക്യുമെനിക്കൽ കൂട്ടായ്മ, വയോജന സംഗമം, വൈദിക സമർപ്പിത സംഗമം, ഒരുക്കധ്യാനം, യുവജന സംഗമം, പദയാത്ര തുടങ്ങിയവ നടക്കും. 13-ാം തീയതി വിവിധ മേഖലകളിൽ നിന്നും രാവിലെ ആരംഭിക്കുന്ന പദയാത്രകൾ ദേവാലയത്തിൽ ചേർന്ന് സമാപിക്കും. തുടർന്ന് ചങ്ങനാശ്ശേരി അതിരൂപത മെത്രോപൊലിത്ത മാർ തോമസ് തറയിൽ മുഖ്യ കാർമ്മികത്വം വഹിക്കുന്ന സമൂഹബലിയുണ്ടാകും. ഊക്കൻ തറവാട്ടിലെ വൈദികരും എരുമപ്പെട്ടി ഫൊറോനയ്ക്ക് കീഴിലുള്ള ഇടവക വികാരിമാരും ചൊവ്വനൂർ ഇടവകയിലെ മുൻ വികാരിമാരും സമൂഹബലിയിൽ സഹകാർമ്മികരാകും. തുടർന്ന് കബറിടത്തിൽ പുഷ്പാർച്ചനയും സമ്മാനദാനം, നവജാത ശിശുക്കൾക്ക് ചോറൂണ്, നേർച്ചയൂട്ട് എന്നിവയും നടക്കും. വാർത്താ സമ്മേളനത്തിൽ വികാരി ഫാദർ തോമസ് ചുണ്ടൽ, കൈക്കാരന്മാരായ TI ജോസ്, CL ടാബു, ഫാദർ AJ ഊക്കൻ, സ്മാരക സമിതി പ്രസിഡന്റ് പോൾ മണ്ടുമ്പാൽ, ജനറൽ കൺവീനർ MV വിൽസൺ എന്നിവർ പങ്കെടുത്തു. അരനൂറ്റാണ്ട് മുൻപ് ഒന്നിച്ചു പഠിച്ച ക്ലാസ് മുറിയിൽ തങ്ങളുടെ അധ്യാപികയ്ക്ക് മുന്നിൽ അച്ചടക്കത്തോടെ ക്ലാസ് ശ്രവിച്ച് പൂർവ്വ വിദ്യാർത്ഥികളുടെ സംഗമം വേറിട്ടതായി. പാലുവായി സെന്റ് ആന്റണീസ് UP സ്കൂളിലെ 75-76 ബാച്ചാണ് സ്കൂളിൽ ഒത്തുചേർന്ന് ഓർമ്മകൾ പങ്കുവച്ചത്. 6ാം ക്ലാസ്സിൽ പഠിപ്പിച്ച അധ്യാപിക റൂബി എന്ന സിസ്റ്റർ അൽഫോൻസ മറിയയും സംഗമത്തിനെത്തി. പൂർവ്വ വിദ്യാർത്ഥികളായ റഹ്മാൻ കാളിയത്ത്, ഇക്ബാൽ കാളിയത്ത്, ജയൻ, PT ജോൺസൺ, ഗസ്നാഫർ, മുഹമ്മദ് സലിം, ആന്റണി, കൊച്ചു തുടങ്ങിയവർ നേതൃത്വം നൽകി. കുന്നംകുളം നഗരസഭയുടെ ചിരകാല സ്വപ്നങ്ങളിലൊന്നായ മഹാത്മാഗാന്ധിയുടെ പ്രതിമ അനാച്ഛാദനവും മഹാത്മാഗാന്ധി ചത്തുരത്തിന്റെ ഉദ്ഘാടനവും ഗാന്ധിജയന്തി ദിനത്തിൽ നടക്കുമെന്ന് ചെയർപേഴ്സൺ സീതാ രവീന്ദ്രൻ അറിയിച്ചു. നഗരസഭയ്ക്ക് മുൻവശത്തുള്ള നഗരസഭയുടെ സ്ഥലത്താണ് പ്രതിമ അനാച്ഛാദനവും ചത്തുരവും യാഥാർത്ഥ്യമാകുന്നത്. നഗരസഭ 15 ലക്ഷം രൂപ ചെലവഴിച്ചാണ് പദ്ധതി യാഥാർത്ഥ്യമാക്കിയിട്ടുള്ളത്. നഗരസഭ എഞ്ചിനീയറിംഗ് വിഭാഗമാണ് പ്രവൃത്തി നടത്തിയിട്ടുള്ളത്. ഒക്ടോബർ 2 രാവിലെ 9:30 MLA AC മൊയ്തീൻ പ്രതിമ അനാച്ഛാദനവും ചത്തുരം ഉദ്ഘാടനവും നിർവഹിക്കും. SC/ST കമ്മീഷൻ അംഗം TK വാസു ചത്തുരത്തിൽ ഭരണഘടനയുടെ ആമുഖം അനാച്ഛാദനം ചെയ്യും. ചടങ്ങിൽ നഗരസഭാ ചെയർപേഴ്സൺ സീതാ രവീന്ദ്രൻ അധ്യക്ഷയാകും. വൈസ് ചെയർപേഴ്സൺ, സ്ഥിരം സമിതി അധ്യക്ഷന്മാർ, മുഴുവൻ കൗൺസിലർമാർ, മുൻ ചെയർമാൻമാർ, വൈസ് ചെയർമാൻമാർ, സാമൂഹിക, സാംസ്കാരിക, രാഷ്ട്രീയ രംഗങ്ങളിലെ പ്രമുഖർ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുക്കും. നാളിതുവരെയായി ഭരിച്ചിട്ടുള്ള നഗരസഭാ ഭരണസമിതികൾക്കൊന്നും രാഷ്ട്രപിതാവിന്റെ പ്രതിമ നഗരസഭയിലെവിടെയും അനാച്ഛാദനം ചെയ്യുവാൻ സാധിച്ചിട്ടില്ലാത്ത സാഹചര്യത്തിൽ ഈ ഭരണസമിതി ഐക്യകണ്ഠേന ഇത്തരത്തിൽ തീരുമാനമെടുത്തു. ഗാന്ധിജി ഉയർത്തിപ്പിടിച്ച മതേതര മൂല്യങ്ങളും ആശയങ്ങളുമെല്ലാം ഇന്ന് സമൂഹത്തിൽ പൂർവാധികം ശക്തിപ്പെട്ട സാഹചര്യത്തിൽ തീർത്തും ഉചിതമായ ഒന്നാണ് ഈ പദ്ധതിയെന്നും ഇവിടം നല്ല രീതിയിൽ പരിപാലിക്കാൻ നഗരസഭ തുടർന്നും സജ്ജമാണെന്നും ചെയർപേഴ്സൺ സീതാ രവീന്ദ്രൻ അറിയിച്ചു. വാർത്താ സമ്മേളനത്തിൽ വൈസ് ചെയർപേഴ്സൺ സൗമ്യ അനിലൻ, സ്ഥിരം സമിതി അധ്യക്ഷന്മാരായ PM സുരേഷ്, സജിനി പ്രേമൻ, T സോമശേഖരൻ, പ്രിയ സജീഷ്, PK ഷബീർ, സെക്രട്ടറി KK മനോജ് തുടങ്ങിയവരും പങ്കെടുത്തു.
കോട്ടപ്പടി സെന്റ് ലാസേഴ്സ് ദേവാലയത്തിലെ വിശ്വാസ പരിശീലന ദിനാഘോഷം ഫൊറോന പ്രൊമോട്ടർ ഫാദർ ഡെന്നിസ് മാറോക്കി ഉദ്ഘാടനം ചെയ്തു. ഇടവക വികാരി ഫാദർ ഷാജി കൊച്ചുപുരയ്ക്കൽ അധ്യക്ഷത വഹിച്ചു. 43 വർഷത്തെ സ്തുത്യർഹമായ സേവനത്തിന് ശേഷം വിരമിക്കുന്ന ജോർജ് മാസ്റ്ററിനും 45 വർഷത്തെ മികച്ച സേവനത്തിനുള്ള പുരസ്കാരത്തിന് അർഹനായ ജെയിൻ മാസ്റ്ററിനുമൊപ്പം 15 വർഷത്തെ മികച്ച സേവനത്തിനുള്ള പുരസ്കാരത്തിന് അർഹനായ സൈമൺ മാസ്റ്ററെയും ഫാദർ ഡെന്നിസ് മാറോക്കി ആദരിച്ചു. അസിസ്റ്റന്റ് വികാരി ഫാദർ തോമസ് ഊക്കൻ, ബദനി കോൺവെന്റ് സുപ്പീരിയർ സിസ്റ്റർ അൽഫോൻസ CMC, കൈക്കാരൻ സെബി തണ്ണിക്കൽ, PTA പ്രസിഡന്റ് പോൾസൺ MK, സ്കൂൾ ലീഡർ അന്ന റോസ് ജെയ്സൺ എന്നിവർ സംസാരിച്ചു. പ്രിൻസിപ്പൽ MJ സെബാസ്റ്റ്യൻ സ്വാഗതവും ജനറൽ കൺവീനർ മനു ജോൺ വർഗീസ് നന്ദിയും പറഞ്ഞു. കുട്ടികളുടെ കലാവിരുന്നും വിദ്യാർത്ഥികൾക്കും അധ്യാപകർക്കും സമ്മാന വിതരണവും ഉണ്ടായി. ഇന്ത്യയുടെ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയുടെ നെഞ്ചിലേക്ക് നിറയൊഴിക്കണമെന്ന ചാനൽ ചർച്ചയിൽ പരസ്യമായി ആവശ്യപ്പെട്ട യുവമോർച്ച നേതാവിനെതിരെ പിണറായി വിജയന്റെ പോലീസ് ശക്തമായ നടപടി എടുക്കാത്തതിൽ പ്രതിഷേധിച്ച് വിവിധയിടങ്ങളിൽ കോൺഗ്രസ് നേതൃത്വത്തിൽ പ്രകടനങ്ങളും പൊതുയോഗവും നടന്നു. വിശദാംശങ്ങളിലേക്ക്. ഗുരുവായൂരിൽ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ കൈരളി ജംഗ്ഷനിൽ ചേർന്ന സദസ്സിൽ KPCC നിർവാഹക സമിതി അംഗം PK അബൂബക്കർ ഹാജി ബ്ലോക്ക് പ്രസിഡന്റ് അരവിന്ദൻ പല്ലത്തിന് പതാക കൈമാറി ഉദ്ഘാടനം ചെയ്തു. തുടർന്ന് പ്രകടനം നഗരം ചുറ്റി കിഴക്കേ നടയിൽ സമാപിച്ചു. KP ഉദയൻ, R രവികുമാർ, ബാലൻ വാർനാട്ട്, OKR മണികണ്ഠൻ, PV ബദറുദ്ദീൻ, KV സത്താർ, KV ഷാനവാസ് തുടങ്ങിയവർ നേതൃത്വം നൽകി. കോൺഗ്രസ് കടവല്ലൂർ ബ്ലോക്ക് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പന്നിത്തടം സെന്ററിൽ DCC ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് TS അജിത് ഉദ്ഘാടനം ചെയ്തു. ബ്ലോക്ക് വൈസ് പ്രസിഡന്റ് PC ഗോപാലകൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു. ബ്ലോക്ക് വൈസ് പ്രസിഡന്റ് PP യേശുദാസ്, അഡ്വക്കേറ്റ് PK ശ്യാംകുമാർ, NK അലി, സജീവ് ചാത്തനാത്ത്, ഷറഫു പന്നിത്തടം, ഫ്രെഡി ജോൺ, MK ജോസ് എന്നിവർ പ്രസംഗിച്ചു. കോൺഗ്രസ് പാവറട്ടി ബ്ലോക്ക് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ DCC സെക്രട്ടറി സിജു പാവറട്ടി പ്രതിഷേധ സംഗമം ഉദ്ഘാടനം ചെയ്തു. ബ്ലോക്ക് പ്രസിഡന്റ് CJ സ്റ്റാൻലി അധ്യക്ഷനായി. മുൻ ബ്ലോക്ക് പ്രസിഡന്റ് AT സ്റ്റീഫൻ മാസ്റ്റർ, നേതാക്കളായ NA നൌഷാദ്, ജോയ് ആന്റണി, NK സുലൈമാൻ, ബാലചന്ദ്രൻ പൂലോത്ത്, KP വിവേകൻ, ജനപ്രതിനിധികൾ എന്നിവർ സംസാരിച്ചു. പാവറട്ടി പള്ളിനട പരിസരത്തു നിന്നും ആരംഭിച്ച പ്രതിഷേധ ജാഥ ബസ് സ്റ്റാൻഡ് ചുറ്റി സെന്ററിൽ സമാപിച്ചു. ചാനൽ ചർച്ചയിൽ രാഹുൽ ഗാന്ധിക്കെതിരെ പറഞ്ഞ BJPയുടെ എറണാകുളം മേഖലാ സെക്രട്ടറിയും ചാനൽ ചർച്ചകളിൽ നിറസാന്നിധ്യവുമായ പ്രിന്റു മഹാദേവനെതിരെ കോൺഗ്രസ് പാർട്ടി നടത്തുന്നത് നാണംകെട്ട രാഷ്ട്രീയമാണെന്ന് BJP സംസ്ഥാന സെക്രട്ടറി MV ഗോപകുമാർ. BJP നേതാക്കന്മാരുടെ വീടുകളിൽ അന്യായമായി റെയ്ഡ് നടത്തിയ പോലീസ് നടപടിയിൽ പ്രതിഷേധിച്ച് BJP സിറ്റി ജില്ലാ കമ്മിറ്റി നടത്തിയ തൃശൂർ ഈസ്റ്റ് പോലീസ് സ്റ്റേഷൻ മാർച്ച് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ചാനൽ ചർച്ചയിലെ പരാമർശത്തിന്റെ പേരിൽ BJP നേതാക്കന്മാരുടെ വീട്ടിൽ പോലീസിനെ വിട്ട് അതിക്രമം നടത്താൻ ഉള്ള നീക്കത്തെ ശക്തമായി എതിർക്കുമെന്നും ഗോപകുമാർ പറഞ്ഞു. BJP സിറ്റി ജില്ലാ പ്രസിഡന്റ് ജസ്റ്റിൻ ജേക്കബ് അധ്യക്ഷനായി. മേഖലാ വൈസ് പ്രസിഡന്റ് ബിജോയ് തോമസ്, ജില്ലാ ജനറൽ സെക്രട്ടറി PK ബാബു, സംസ്ഥാന സമിതി അംഗം സുരേന്ദ്രൻ ഐനിക്കുന്നത്ത്, ജില്ലാ വൈസ് പ്രസിഡന്റ് സുധീഷ് മേനോത്തുപറമ്പിൽ, കർഷക മോർച്ച ജില്ലാ പ്രസിഡന്റ് AG രാജേഷ്, ജില്ലാ സെക്രട്ടറിമാരായ മുരളി കുളങ്ങാട്ട്, PP പ്രവീൺ എന്നിവർ സംസാരിച്ചു. മണ്ഡലം പ്രസിഡന്റുമാരായ രഘുനാഥ് C മേനോൻ, അശ്വിൻ വാര്യർ, MR വിശ്വൻ, മഹിളാ മോർച്ച ജില്ലാ പ്രസിഡന്റ് ശീതൽ രാജൻ, ജനറൽ സെക്രട്ടറി ഭാഗിരഥി ചന്ദ്രൻ, ജ്യോതിലക്ഷ്മി, പ്രിയ അനിൽ എന്നിവർ നേതൃത്വം നൽകി. രാജ്യങ്ങൾ പോലെയല്ല ഇന്ത്യ, മറ്റു രാജ്യങ്ങൾ പോലെയല്ല. ഇവിടെ അങ്ങനെ ഉണ്ടായാൽ അത് കൈകാര്യം ചെയ്യാനുള്ള പോലീസും പട്ടാളവും ഭരണകൂടവും ഇവിടെ ഉണ്ട് എന്ന് പ്രിന്റ് ഭാഷ പറഞ്ഞാൽ എന്താ തെറ്റ്? എന്താണ് തെറ്റ്? അത് കൈകാര്യം ചെയ്യുമെന്ന് പറഞ്ഞാൽ കൈകാര്യം ചെയ്യും എന്ന് തന്നെയാണ്. അത് BJP രാജ്യം ഭരിക്കുമ്പോ അത് കൈകാര്യം ചെയ്തിരിക്കും. അതിന് കോൺഗ്രസുകാരും വെള്ളമുണ്ടാക്കിയിട്ട് യാതൊരു കാര്യമില്ല. രാഹുൽ ഗാന്ധിക്കെതിരായ പരാമർശത്തിൽ BJP നേതാവ് പ്രിന്റു മഹാദേവനെതിരെ കേസെടുത്ത പേരാമംഗലം പോലീസ്. മലയാളം വാർത്താ ചാനലായ ന്യൂസ് 18 ചാനലിന്റെ സ്പെഷ്യൽ ഡിബേറ്റിൽ കഴിഞ്ഞ ദിവസം ഇന്ത്യയുടെ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയുടെ നെഞ്ചിലേക്ക് വെടിയുണ്ട കയറ്റുമെന്ന് കൊലവിളി നടത്തിയ BJPയുടെ പ്രതിനിധി പ്രിന്റു മഹാദേവനെതിരെ ക്രിമിനൽ കേസ് എടുക്കണമെന്നാവശ്യപ്പെട്ട് ജില്ലാ പഞ്ചായത്ത് മുൻ പ്രസിഡന്റും KPCC സെക്രട്ടറിയുമായ CC ശ്രീകുമാർ പേരാമംഗലം സ്റ്റേഷൻ ഹൗസ് ഓഫീസർക്ക് നൽകിയ പരാതിയിൽ മേൽ പേരാമംഗലം പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിക്കുകയായിരുന്നു. കഴിഞ്ഞ ദിവസമാണ് ശ്രീകുമാർ പേരാമംഗലം പോലീസിൽ പരാതി നൽകിയത്. ഇന്ന് വൈകിട്ടോടെ പ്രിന്റു മഹാദേവൻ BJP പ്രവർത്തകരുമായി എത്തി സ്റ്റേഷനിലെത്തി കീഴടങ്ങി. കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് യൂണിയൻ കുന്നംകുളം ബ്ലോക്ക് വയോജന ദിനാചരണം ഒക്ടോബർ 1 ബുധനാഴ്ച രാവിലെ 9:30 കുന്നംകുളം CV ഹാളിൽ നടക്കും. നഗരസഭാ കൗൺസിലർ മിനി മോൻസി ഉദ്ഘാടനം ചെയ്യും.
വാർദ്ധക്യത്തിലെ നേത്ര സംരക്ഷണം എന്ന വിഷയത്തിൽ ഡോക്ടർ ലിജോ ജോസഫ് ക്ലാസ് നയിക്കും. 75 വയസ്സ് പൂർത്തിയായ അംഗങ്ങളെ പരിപാടിയിൽ ആദരിക്കും. ഇരുമുപ്പെട്ടി മങ്ങാട് മങ്ങാട്ടുകാവ് ശ്രീ അയ്യപ്പ ഭഗവതി ക്ഷേത്രത്തിൽ നടന്നുവരുന്ന ശ്രീമദ് ഭാഗവത മലയാള കഥാരൂപ സപ്താഹത്തിന്റെ ഭാഗമായി രുക്മണി സ്വയംവരം ഘോഷയാത്ര നടന്നു. 5-ാം ദിവസത്തെ ഭാഗവത പാരായണത്തിന് ഭാഗമായിട്ടാണ് സ്വയംവരം ഘോഷയാത്ര നടത്തിയത്. നാദസ്വരത്തിന്റെയും പൂത്താലങ്ങളുടെയും അകമ്പടിയോടെ കൃഷ്ണവിഗ്രഹവുമായി നടത്തിയ ഘോഷയാത്രയിൽ നാമജപത്തോടെ ഭക്തർ അണിനിരന്നു. കൃഷ്ണവേഷധാരികളായ കുരുന്നുകളും ഭജനസംഘവും പങ്കെടുത്തു. മങ്ങാട് മുരളീധരൻ നമ്പീശനാണ് യജ്ഞാചാര്യൻ. രാധാദേവിയാണ് യജ്ഞ പൗരാണിക. യജ്ഞത്തിന്റെ ഭാഗമായി ദിവസവും രാവിലെ 6:00 വിഷ്ണു സഹസ്ര നാമജപം, സമൂഹ പ്രാർത്ഥന, തുടർന്ന് വൈകിട്ട് 7 മണി വരെ പാരായണവും പ്രഭാഷണവുമുണ്ട്. ദിവസവും രാവിലെ 7 മണിക്ക് വിദ്യാർത്ഥികൾക്ക് വേണ്ടിയുള്ള വിദ്യഗോപാല ജപം നടക്കും. ക്ഷേത്ര കമ്മിറ്റി പ്രസിഡന്റ് ഷാജു മങ്ങാട്, സെക്രട്ടറി വിഷ്ണു അമ്പാടി, ട്രഷറർ രാജൻ വിൽക്കൂട്ടിൽ എന്നിവരും കമ്മിറ്റി ഭാരവാഹികളും നേതൃത്വം നൽകി. കടപ്പുറം പഞ്ചായത്ത് 2025-26 വാർഷിക പദ്ധതി പ്രകാരം മത്സ്യത്തൊഴിലാളികളുടെ മക്കൾക്ക് ലാപ്ടോപ്പുകൾ വിതരണം ചെയ്തു. പഞ്ചായത്ത് പ്രസിഡന്റ് സാലിഹ ഷൗക്കത്ത് വിതരണോദ്ഘാടനം നിർവഹിച്ചു. ചടങ്ങിൽ വൈസ് പ്രസിഡന്റ് കാഞ്ചന മൂക്കൻ അധ്യക്ഷത വഹിച്ചു. സ്ഥിരം സമിതി അധ്യക്ഷരായ ശുഭ ജയൻ, VP മൻസൂർ അലി, വാർഡ് മെമ്പർമാരായ സമീറ ഷെരീഫ്, TR ഇബ്രാഹിം, സുനിത പ്രസാദ്, മുഹമ്മദ് നാസിഫ് തുടങ്ങിയവർ സംസാരിച്ചു. ബിരുദതലം മുതൽ ഉന്നത വിദ്യാഭ്യാസത്തിൽ ഏർപ്പെടുന്നതും പ്രൊഫഷണൽ കോഴ്സിന് പഠിക്കുന്നതുമായ വിദ്യാർത്ഥികൾക്കാണ് ലാപ്ടോപ്പുകൾ നൽകി വരുന്നത്. ചാലിശ്ശേരിയിൽ ഗ്രാമീണ സാഹിത്യോത്സവം സംഘടിപ്പിക്കുമെന്ന് ചൈതന്യ ലൈബ്രറി ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. കോഴിക്കോട് ഹരിതം ബുക്സുമായി സഹകരിച്ചാണ് ഒക്ടോബർ 2 ഗാന്ധിജയന്തി ദിനത്തിൽ ലിറ്റററി ഫെസ്റ്റ് സംഘടിപ്പിക്കുന്നത്. ചാലിശ്ശേരി മേഖലയിലെ മുഴുവൻ എഴുത്തുകാരുടെയും കൂട്ടായ്മ രൂപീകരിക്കുന്നതിനും പുതിയ എഴുത്തുകാരെ പ്രോത്സാഹിപ്പിക്കുന്നതിനുമുള്ള സംരംഭമാണിതെന്ന് സംഘാടകർ പറഞ്ഞു. ഇതോടൊപ്പം ചാലിശ്ശേരിയുടെ അഭിമാനമായ പ്രശസ്ത നിയമജ്ഞൻ പാളൂർ പരമേശ്വരനെയും നിരവധി സാഹിത്യ പുരസ്കാരങ്ങൾ നേടിയ അക്ബർ ആലിക്കരയെയും ആദരിക്കും. ഒക്ടോബർ 2 വ്യാഴാഴ്ച പകൽ 3 മണിക്ക് ചാലിശ്ശേരി മെയിൻ റോഡിൽ കടവാരത്ത് കോംപ്ലക്സിൽ നടക്കുന്ന റൂറൽ ലിറ്റററി ഫെസ്റ്റ് തദ്ദേശ സ്വയംഭരണ എക്സൈസ് പാർലമെന്ററി കാര്യ വകുപ്പ് മന്ത്രി MB രാജേഷ് ഉദ്ഘാടനം ചെയ്യും. ലൈബ്രറി കൗൺസിൽ പട്ടാമ്പി താലൂക്ക് സെക്രട്ടറി T സത്യനാഥൻ മാസ്റ്റർ, തൃത്താല ബ്ലോക്ക് വൈസ് പ്രസിഡന്റ് PR കുഞ്ഞുണ്ണി തുടങ്ങിയവർ പങ്കെടുക്കുമെന്നും ഭാരവാഹികളായ ഡോക്ടർ EN ഉണ്ണികൃഷ്ണൻ, EK മണികണ്ഠൻ, KK പ്രഭാകരൻ, അക്ബർ ആലിക്കര എന്നിവർ അറിയിച്ചു. അപ്പോൾ ഒരു വായനശാല എന്നുള്ള നിലയ്ക്ക് അങ്ങനെയുള്ള എഴുത്തുകാരുടെ കൂട്ടായ്മ സൃഷ്ടിക്കുകയും ആ എഴുത്തുകാർക്ക് വേണ്ടതായിരിക്കുന്ന പിന്തുണ, അവരുടെ പുസ്തകങ്ങളെ കുറിച്ചിട്ടുള്ള ചർച്ചകൾ അത് നാട്ടിൽ തന്നെ നടത്തുക എന്നുള്ളൊരു കാഴ്ചപ്പാടിലാണ് ഒരു റൂറൽ ലിറ്റററി ഫെസ്റ്റ് നടത്താൻ വേണ്ടി തീരുമാനിച്ചത്. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള പരിപാടിയിൽ അന്ന് അത് ഉദ്ഘാടനം ചെയ്യുന്നത് നമ്മുടെ ബഹുമാനപ്പെട്ട തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി ശ്രീ MB രാജേഷ് അവറുകളാണ്. അതേമാതിരി എല്ലാ ഗ്രന്ഥശാലയുടെ ചാലിശ്ശേരി പഞ്ചായത്തിൽ പ്രവർത്തിക്കുന്ന എല്ലാ ഗ്രന്ഥശാലയുടെയും അതിൻ്റെ ഭാരവാഹികളും മറ്റ് പ്രവർത്തകരും എല്ലാവരും ഇതിൽ പങ്കെടുക്കുന്നതാണ്. മതസൗഹാർദ്ദത്തിന്റെയും ഐക്യത്തിന്റെയും പ്രാധാന്യം നിലനിർത്തുക എന്ന ആശയം മുൻനിർത്തി ധർമ്മ പ്രബോധനം ട്രസ്റ്റും ER ശ്രീ നാരായണ ഗുരു മന്ദിരവും ചേർന്ന് സെമിനാർ സംഘടിപ്പിച്ചു. ഗുരുദർശനത്തിൽ സൂര്യന്റെ പ്രഭാവം എന്ന ക്ലാസിന്റെ ഉദ്ഘാടനം സാമൂഹിക പ്രവർത്തകൻ കരീം പന്നിത്തടം നിർവഹിച്ചു. ഗുരുദർശന പ്രഭാവത്തിൽ സൂര്യന്റെ പ്രഭാവം എന്ന വിഷയത്തിൽ സൂര്യയോഗി സ്വാമികൾ ക്ലാസ് നയിച്ചു. സമകാലിക ലോകത്തിൽ ഗുരുദേവന്റെ പ്രാധാന്യവും അദ്ദേഹത്തിന്റെ വീക്ഷണങ്ങളും ഗുരുദേവ വംശത്തിന്റെ ഉന്നതിയിലേക്ക് വേണ്ട വഴികളെയും കുറിച്ച് ഫാദർ സജീവ് കൊളങ്ങാട്ടിൽ സംസാരിച്ചു. MA ബാലകൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു. VK സിദ്ധാർത്ഥൻ, S ശങ്കരനാരായണൻ, സുമന സുരേഷ്, സുധാകർ G, നെൽസൺ ഐപ്പ്, അഡ്വക്കേറ്റ് ജയപ്രകാശ് കോടാമ്പറമ്പിൽ, അശോകൻ നെല്ലിക്കൽ, MG അശോകൻ മാസ്റ്റർ, മധു പുതുശ്ശേരി തുടങ്ങിയവർ സംസാരിച്ചു. ലോക നദീദിനത്തിന്റെ ഭാഗമായി 24 കേരള ബറ്റാലിയൻ നേതൃത്വത്തിൽ കേച്ചേരി പുഴയുടെ ഭാഗമായുള്ള ആളൂർ പ്രദേശത്ത് ശുചീകരണ പ്രവർത്തികൾ നടത്തി. NCC കേഡറ്റുകൾ നടത്തിയ ശുചീകരണ പ്രവർത്തനങ്ങൾ 24 കേരള ബറ്റാലിയൻ അസോസിയേറ്റഡ് NCC ഓഫീസർ മേജർ PJ സ്റ്റൈജു ഉദ്ഘാടനം ചെയ്തു. സൈനികനായ മഞ്ജിത് സിംഗ് നേതൃത്വം നൽകിയ ശുചീകരണ പ്രവർത്തനങ്ങളിൽ മറ്റം സെന്റ് ഫ്രാൻസിസ് ഹയർ സെക്കൻഡറി സ്കൂളിലെ സീനിയർ കേഡറ്റുകളാണ് പങ്കെടുത്തത്. ആളൂർ പാലത്തിന്റെ ഇരു കൈവരികളോട് ചേർന്നുള്ള പുല്ലുകളും പ്ലാസ്റ്റിക് മാലിന്യങ്ങളും NCC കേഡറ്റുകൾ വൃത്തിയാക്കി. നദീദിനത്തിന്റെ ഭാഗമായി മേജർ PJ സ്റ്റൈജു കേഡറ്റുകൾക്ക് പുഴ സംരക്ഷണ പ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു. ലോക നദീദിന വാരാചരണത്തിന്റെ ഭാഗമായി 24 കേരള ബറ്റാലിയൻ NCCയുടെ കീഴിലുള്ള സീനിയർ കേഡറ്റുകൾ തൃശൂർ ജില്ലയിൽ നടത്തുന്ന പുഴ ശുചീകരണ പ്രവർത്തനങ്ങളുടെ ഭാഗമായാണ് കേച്ചേരി പുഴ ശുചീകരിച്ചത്.
സീനിയർ കേഡറ്റുകളായ അഭിജിത്ത് കെ മോഹൻ, CM മുഹമ്മദ് ഷംസുദ്ദീൻ, MS ആദിത്യൻ, CS അബിൻ, KB ശിവമല്ലി, ഇസബൽ ജോസ്, MS സനാമരിയ, സോന എന്നിവർ നേതൃത്വം നൽകി. 24 കേരള ബറ്റാലിയൻ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ ലഫ്റ്റനന്റ് കേണൽ ബ്രിജേഷ് MTയുടെ നേതൃത്വത്തിലുള്ള സംഘമാണ് സെപ്റ്റംബർ 24-ന് ചാലക്കുടി പുഴയുടെ ഭാഗമായുള്ള അതിരമ്പള്ളി പ്രദേശം ശുചീകരിച്ച നദിദിന പ്രവർത്തനങ്ങൾക്ക് തുടക്കം കുറിച്ചത്. കടങ്ങോട് പഞ്ചായത്ത് 2025-2026 വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി മത്സ്യമേഖലയിൽ നടപ്പിലാക്കിയ അക്വാപോണിക്സ് പദ്ധതിയുടെ ഉദ്ഘാടനം പഞ്ചായത്ത് പ്രസിഡന്റ് മീന സാജൻ നിർവഹിച്ചു. വാർഡ് മെമ്പർ ഗഫൂർ കടങ്ങോട് അധ്യക്ഷനായി. കൈതമാട്ടം ചെമ്പ്രയൂർ പുത്തൻ പീടികയിൽ ബുഷറ മുഹമ്മദ് കുട്ടിയുടെ വീട്ടിലാണ് പദ്ധതിയുടെ ഉദ്ഘാടനം നടത്തിയത്. മത്സ്യമേഖലാ നിർവഹണ ഉദ്യോഗസ്ഥൻ AS സുലൈമാൻ, അക്വാകൾച്ചർ പ്രൊമോട്ടർ അർച്ചന എന്നിവർ പങ്കെടുത്തു. കുന്നംകുളം ഗുഡ് ഷെപ്പേർഡ് CMI സ്കൂളിൽ ശാസ്ത്ര, സാമൂഹ്യശാസ്ത്ര, ഗണിതശാസ്ത്ര മേള സംഘടിപ്പിച്ചു. ഫാദർ അഖിൽ നെല്ലിശ്ശേരി CMI മേള ഉദ്ഘാടനം ചെയ്തു. പ്രിൻസിപ്പൽ ഫാദർ ലിജോ പോൾ CMI ശാസ്ത്രത്തിന്റെ പ്രാധാന്യത്തെക്കുറിച്ച് സംസാരിച്ചു. അക്കാദമിക് കൗൺസിലർ നീന പ്രിനു, അധ്യാപകർ എന്നിവർ പ്രദർശനത്തിന് നേതൃത്വം നൽകി. വിവിധ ക്ലാസുകളിലെ കുട്ടികൾ ശാസ്ത്രീയ മാതൃകകൾ, പരീക്ഷണങ്ങൾ, പ്രവർത്തിക്കുന്ന മോഡലുകൾ എന്നിവ അവതരിപ്പിച്ചു. പരിസ്ഥിതി സംരക്ഷണം, പുതുക്കാവുന്ന ഊർജ്ജ സ്രോതസ്സുകൾ, ബഹിരാകാശ പഠനം, ഗണിത സാങ്കേതിക വിദ്യകൾ തുടങ്ങിയ വിഷയങ്ങളുമായി ബന്ധപ്പെട്ട നിരവധി പ്രൊജക്ടുകൾ ശ്രദ്ധേയമായി. പ്രദർശനം വിദ്യാർത്ഥികളിൽ ഗവേഷണ മനോഭാവവും ശാസ്ത്രീയ ചിന്തയും വളർത്തി. ചാവക്കാട് ബീച്ച് ലവേഴ്സ് നേതൃത്വത്തിൽ ലോക ഹൃദയ ദിനാചരണം നടത്തി. ബ്ലാങ്ങാട് ബീച്ചിൽ കൂട്ടയോട്ടം, ആരോഗ്യ ബോധവൽക്കരണ ക്ലാസ്, പൊതുജനങ്ങൾക്ക് സൗജന്യ ആരോഗ്യ പരിശോധന, ഫ്ലാഷ് മോബ് എന്നിവ സംഘടിപ്പിച്ചു. ബീച്ചിൽ നിന്നും പുത്തൻകടപ്പുറം വരെ നടത്തിയ കൂട്ടയോട്ടം ബ്രിഗേഡിയർ NS സുബ്രഹ്മണ്യൻ ഫ്ലാഗ് ഓഫ് ചെയ്തു. ഹൃദയാരോഗ്യം സംരക്ഷണം എന്ന വിഷയത്തിൽ ഡോക്ടർ സൗജാദ് മുഹമ്മദും മാനസികാരോഗ്യവും വ്യായാമം എന്ന വിഷയത്തിൽ സുലൈമാൻ അസ്ഹരിയും ആരോഗ്യ ബോധവൽക്കരണ ക്ലാസുകൾ നയിച്ചു. ബീച്ച് ലവേഴ്സ് കോർഡിനേറ്റർ നൌഷാദ് തെക്കുംപുറം അധ്യക്ഷത വഹിച്ചു. മുഹമ്മദ് ഷാക്കിർ, അജിത ദേവി, ബീച്ച് ലവേഴ്സ് ഭാരവാഹികൾ തുടങ്ങിയവർ നേതൃത്വം നൽകി. സ്വർണ്ണവില. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് മലായ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, മലായ ജംഗ്ഷൻ, കുന്നംകുളം. സ്വർണം ഗ്രാമിന് 10,765 രൂപ, സ്വർണം പവന് 86,120 രൂപ. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിച്ചത് മലായ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, മലായ ജംഗ്ഷൻ, കുന്നംകുളം. വെള്ളി ഗ്രാമിന് 154 രൂപ. ചർമ്മം പാവർട്ടി വിളക്കാട്ടുപാടം ഏങ്ങടിക്കുട്ടൻ ഭാര്യ മാളുക്കുട്ടി നിര്യാതയായി. 71 വയസ്സായിരുന്നു. സംസ്കാരം ബുധനാഴ്ച രാവിലെ 10 മണിക്ക് ഗുരുവായൂർ ശ്മശാനത്തിൽ നടക്കും. നിഷ, ഉഷ, മണികണ്ഠൻ, അനീഷ് എന്നിവർ മക്കളാണ്. ഒരിക്കൽ കൂടി പ്രധാന വാർത്തകളിലേക്ക്. കടവല്ലൂർ പഞ്ചായത്തിലെ കോൺഗ്രസിൽ പൊട്ടിത്തെറി. DCC പ്രസിഡന്റിനെതിരെ ഗുരുതര ആരോപണവുമായി ഒരു വിഭാഗം നേതാക്കൾ. സംഘടനാ പ്രശ്നങ്ങൾ വഷളാക്കുന്നതിൽ പ്രധാന പങ്കുവഹിച്ച ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് സുരേഷ് മമ്പറമ്പലിനെ മണ്ഡലം പ്രസിഡന്റിന് താൽക്കാലിക ചുമതല നൽകിയ DCC നടപടി അംഗീകരിക്കില്ലെന്നും DCC ഓഫീസിന് മുൻപിൽ ഒക്ടോബർ 5-ന് പ്രതിഷേധം സംഘടിപ്പിക്കുമെന്നും ഒരു വിഭാഗം കോൺഗ്രസ് നേതാക്കൾ. കൂട്ടായ്മയും സംഘബോധവുമാണ് CCTVയുടെ കരുത്തും സൗന്ദര്യവുമെന്ന് കേബിൾ TV ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ മുൻ സംസ്ഥാന ജനറൽ സെക്രട്ടറി KV രാജൻ. കമ്മ്യൂണിറ്റി കേബിൾ നെറ്റ്വർക്ക് ലിമിറ്റഡ് എന്ന CCTVയുടെ 20ാം വാർഷിക പൊതുയോഗം KV രാജൻ ഉദ്ഘാടനം ചെയ്തു. ചാവക്കാട് നഗരസഭയിൽ വിനായക സ്തുതിയോടെ ഉദ്ഘാടന യോഗം ആരംഭിച്ച സംഭവത്തിൽ വിശദീകരണം ചോദിച്ച് കൗൺസിൽ യോഗത്തിൽ ബഹളം. പ്രതിപക്ഷ പ്രതിഷേധത്തെ തുടർന്ന് ചെയർപേഴ്സൺ യോഗം പിരിച്ചുവിട്ടു. ചരിത്രപ്രസിദ്ധമായ പഴഞ്ഞി പള്ളി പെരുന്നാളിന് ഒരുക്കങ്ങൾ പൂർത്തിയായി. ഒക്ടോബർ 2-3 തീയതികളിലായിട്ടാണ് പെരുന്നാൾ ആഘോഷം. പെരുന്നാൾ കാഴ്ചകൾ CCTVയിലൂടെ തത്സമയം പ്രേക്ഷകരിലേക്ക് എത്തിക്കും. വിദ്യാരംഭത്തിന്റെയും കലകളുടെയും ഉത്സവമായ നവരാത്രി ആഘോഷങ്ങൾക്ക് മേഖലയിലെ ക്ഷേത്രങ്ങൾ തുടക്കം. പൂജവെപ്പ് നടന്നു. ബുധനാഴ്ച മഹാനവമി, വ്യാഴാഴ്ച വിജയദശമി ദിനത്തിൽ നടക്കുന്ന വിദ്യാരംഭ ചടങ്ങുകൾക്കായി ഒരുക്കങ്ങളായി. ഇതോടെ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.